ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആബ്സെൻസ് എത്രമാത്രം ഈ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആബ്സെൻസ്, നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ ആബ്സെൻസ് അവർ എത്രമാത്രം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അവരെ വേദനിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആബ്സെൻസ് അവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നു, നിങ്ങളുടെ പേഴ്സണെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം കൊടുക്കുന്നുണ്ടോ, വേദന നൽകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആബ്സെൻസ് ഈ ഒരു പേഴ്സണ്, നിങ്ങളുടെ വ്യക്തിക്ക് എത്രമാത്രം ഒരു ആബ്സെൻസ്, നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് കൊടുക്കുന്നുണ്ട്, അവർ ഹാപ്പി ആണോ, ഈ ഒരു നിങ്ങളില്ലെങ്കിലും അവർ ഹാപ്പി ആയിട്ടാണോ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ആബ്സെൻസ് ഒരു വ്യക്തിക്ക് എത്രമാത്രം വേദന കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. മാസ്റ്റർ കാർഡ് 9 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നമ്മൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ അമിതമായിട്ട് തന്നെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഈ ഒരു നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവരെ കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത്. അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ പെട്ട് അവർ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാണ് എന്നാണ് കാണുന്നത്. മേ ബി അവരുടെ ലൈഫിന് തന്നെ മറ്റു വ്യക്തികളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നത് പോലെ ആയിരിക്കാം. ചിലപ്പോൾ അവരുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരിപ്പോൾ ജോലി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തെ ആളുകളായിരിക്കാം. എന്തായാലും അവർ കുറച്ച് ആളുകളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത്. അവർക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ട ഒരു സമയമായിരിക്കും ഈ ഒരു സമയം. അപ്പം ആ ഒരു സമയത്തെല്ലാം നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനോ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യാനോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കമ്മിറ്റ്മെന്റ് നൽകാനോ ഒന്നും കഴിയാത്തത് കൊണ്ട് അവർക്ക് അമിതമായിട്ടുള്ള ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഇല്ല, ഒരു പൂർണ്ണതയില്ല, എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള ഒരു ഫീലിങ്സ് അവർക്കുണ്ടാകുന്നുണ്ട്. ലൈഫിലെ എല്ലാ സമയത്തും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണിത്. പക്ഷെ ഈ ഒരു സമയത്ത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയി. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ഒരു കംപ്ലീറ്റ് ആകണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്ന്, ഈ എല്ലാ സമയത്തും നിങ്ങളുടെ ഒരു പ്രസൻസ് അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്ന എനർജീസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒരുപാട് സഫർ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒത്തിരി സഫറിങ് ആയിട്ടുള്ള, ഒത്തിരി വിഷമിക്കുന്ന എനർജീസ് നമുക്ക് വരുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു നെഗറ്റിവിറ്റിയോടൊപ്പം നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസ് കൂടി ആയപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലാണ് അവരെന്നാണ് കാണുന്നത്. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും അവർക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് എന്ന് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഈ ഒരു സെപ്പറേഷൻ ടൈം ഒന്ന് മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ചു ചേരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് അവരുടെ ലൈഫിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെ അവർക്ക് അത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ ഇവര് വളരെയധികമായിട്ട് നിങ്ങളെ അവരിലേക്ക് ആകർഷിക്കുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അരികിൽ ഓരോ നിമിഷത്തിലും ഓടിയെത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താനായിട്ട്
ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഓരോ മൊമെന്റ്സിലും അവർ ആ ഒരു ചിന്തയിലാണ് ഉള്ളത് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഇത് ഈ ഒരു നിങ്ങളുടെ ഒരു അവരുടെയും ഒരു പരസ്പരമുള്ള നിങ്ങളെയും അവരെയും അകറ്റി നിർത്തുന്നത് ഈ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ ഈ വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിൻവാങ്ങാനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നിങ്ങളുടെ അരികിൽ വരാതിരിക്കാനായിട്ടോ ഒക്കെ തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വഴി തടഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് എനർജീസ് കിട്ടുന്നുണ്ട്. ഒത്തിരി തടസ്സങ്ങൾ ഉള്ളതായിട്ട് റിലേഷൻഷിപ്പ് അത്തരം വളരെ തടസ്സങ്ങളിലൂടെ കടന്നു വന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇപ്പോഴും പല തടസ്സങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കെട്ടുപാടുകളൊക്കെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ഒന്ന് സ്ട്രോങ് ആയിട്ട്, ഒരു സ്ട്രെങ്തൻ ആയിട്ട്, ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നേടിക്കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരണം എന്ന് തന്നെയാണ് ഇവര് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്കിവിടെ കാർഡുകൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ അവർ വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും തടസ്സങ്ങൾ മുന്നിലുണ്ടെങ്കിലും അതിനെല്ലാം തകർക്കാനുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു ഡിസയർ, ഒരു ഫയർ എന്നൊക്കെ പറയാം. നമുക്ക് ഫയർ എനർജീസ് ഇവിടെ ഒത്തിരി കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ഫയർ അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് ആ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തരണം ചെയ്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ അവർക്ക് വരാനായിട്ട് സാധിക്കും എന്ന് അവർക്ക് നല്ല രീതിയിൽ ഒരു ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് നമുക്ക് പറയാം. ആ ഒരു വിശ്വാസം തന്നെയാണ് അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു വിഷമങ്ങൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് വിഷമമുണ്ട്, നിങ്ങളുടെ ആബ്സെൻസ് ഇവരെ വളരെ വിഷമിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ ഓക്കെ. അതിൻ്റെ ഒപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടി അവരുടെ ഉള്ളിൽ വളരെ വിഷമമായിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ടെൻഷൻ കൊടുക്കുന്നുണ്ട്. അവർ ഇത്രയും ഒരു സെപ്പറേഷനിൽ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ വന്നു കഴിയുമ്പോൾ ഇവർ തന്നെ ചിന്തിക്കുകയാണ്, ഇനി നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ചിട്ട് ഇവരെ വിട്ടിട്ട് പോകുമോ എന്നൊക്കെ ഈ ഒരു വ്യക്തി അമിതമായി ചിന്തിക്കുന്നതായിട്ട്, ഒത്തിരി ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടുള്ള ഇതൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി മറ്റൊരു വഴി ലഭിച്ചിട്ടുണ്ടാകുമോ, അവരിപ്പോൾ ഓൾറെഡി അങ്ങനെ പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള എനർജീസ് വരുന്നുണ്ട്. ഓക്കെ, അത് അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആ ഒരു വിഷമങ്ങളൊക്കെ അവർക്കുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ആബ്സെൻസ്, നിങ്ങളെ കാണാൻ കഴിയാത്തതിൽ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തതിലൊക്കെ അവർ ഒത്തിരിയധികം വിഷമിക്കുന്നു. ചില സമയങ്ങളിൽ നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി ഓടി വന്നാലോ എന്ന് വരെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് വരുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആബ്സെൻസ് ഒത്തിരി ആബ്സെൻസിൽ ഒത്തിരി സഫർ ചെയ്യുകയാണ്. ഓരോ മൊമെന്റ്സിലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവർ ചിന്തിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള എനർജീസ് കിട്ടുന്നുണ്ട്. ഒത്തിരി കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും ഒരു കൊച്ചു കാര്യങ്ങളാണെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്തിരുന്ന ഒരു സമയം അവർക്കുണ്ടായിരുന്നു. അപ്പം ലൈഫിലെ ഓരോ മൊമെന്റ്സും അവരുടെ ഹാപ്പി സിറ്റുവേഷൻസ് ആയിരുന്നാലും, സാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നാലും, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കേണ്ട കാര്യങ്ങളായിരുന്നാലും, അതുപോലെ അവരുടെ സങ്കടങ്ങളായ കാര്യങ്ങളായിരുന്നാലും ഒക്കെ പോലും അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നപ്പോൾ അവർക്ക് ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളായിരുന്നു അവരുടെ ലൈഫിലെ ഒരു പോസിറ്റീവ് എലിമെന്റ് എന്ന് പറയുന്നത്. അവരിപ്പോൾ അത് മനസ്സിലാക്കിയാണ്. അതുപോലെ ഒരുപാട് ലൈഫ് ലെസൺസ് ഇതിനോടകം തന്നെ അവർ പഠിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതേപോലെ കുറച്ച് വ്യക്തികൾക്ക് അവർ കൊടുത്തിരുന്നു. അപ്പം ആ ഒരു വ്യക്തികളെയും നിങ്ങളെയും ഒരേ രീതിയിലാണ് അവർ കണ്ടിരുന്നത്. പക്ഷെ ആ ഒരു വ്യക്തികളുടെയൊക്കെ തനി നിറങ്ങൾ ഈ ഒരു മനുഷ്യന് മനസ്സിലായി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. നിങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കുറച്ചുകൂടി ഒരു പ്രയോറിറ്റി കൊടുത്തിരുന്ന വ്യക്തികൾ വരെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ആ വ്യക്തികളുടെയൊക്കെ തനിനിറങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതിനോടൊപ്പം തന്നെ അവർ പല കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ സാമീപ്യം അവർ ഒത്തിരിയധികം ആഗ്രഹിക്കുന്നത്. അതായത് ഇവർ നിങ്ങളെക്കാളും അധികമായി സ്നേഹിച്ച ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആയിരിക്കാം, ബ്രദർ ആയിരിക്കാം, ആ പേരൻസ് ആയിരിക്കാം, ആര് തന്നെ ആയിക്കോട്ടെ, ആ ഒരു പേഴ്സൺ ഇവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവരെ പറ്റിക്കുക എന്നല്ല പറയുക, ഈ നമ്മൾ എന്താ ഇവരുടെ അടുത്തുനിന്ന് ഇതുപോലെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഇതേമാതിരി ഒരു സംസാരം, ഇതേമാതിരി ഒരു പെരുമാറ്റം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത
വ്യക്തികളിൽ നിന്ന് പെട്ടെന്നുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആഘാതം, അത്തരത്തിലൊരു വിഷമം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടെന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അത് അവരെ വളരെയധികം തളർത്തിക്കളഞ്ഞു. ആ ഒരു സമയത്തൊക്കെ നിങ്ങളോട് അതൊന്ന് ഷെയർ ചെയ്യുകയും അവരുടെ ആ ഒരു വിഷമം പറയാനും ഒക്കെ സാധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി അവർക്കൊരു ഹെൽപ്പ് ആയേനെ, അവർക്കൊരു മെന്റൽ സ്റ്റെബിലിറ്റി കിട്ടിയേനെ, ഒരു സന്തോഷം കൈവരാനായിട്ട് നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. അപ്പൊ അതിന് പോലും കഴിയാതെ വന്നു. ആ ഒരു സമയമൊക്കെ ഇവരെ സംബന്ധിച്ച് വളരെയധികം വിഷമത്തിലൂടെ കടന്നുപോയ സമയങ്ങളാണ്. ആ സമയത്തൊക്കെ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ആഗ്രഹിച്ചു. പക്ഷെ ഇവർക്ക് എന്തുകൊണ്ടോ അതിന് കഴിയുന്നില്ല. അവർക്ക് പക്ഷെ നിങ്ങളുടെ സാമീപ്യം അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ള എനർജീസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സൺസ് ഞാനിപ്പോൾ പറഞ്ഞ ഇവർക്കിപ്പോൾ ജസ്റ്റ് പണി കൊടുത്ത കുറച്ച് ആളുകളുണ്ട്. ആ ഒരു ആളുകളുമായിട്ട് ഒത്തിരി ഇവർ ഡീപ്പായിട്ട് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് സ്നേഹത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അവിടെയൊക്കെ ഒരു ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്യാനൊക്കെ ഇവർ പഠിച്ചു എന്നാണ് കാണുന്നത്. ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്ത് സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തി. നല്ലൊരു സ്ട്രെങ്ത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്, അവർക്ക് നോ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ പതിയെ നോയൊക്കെ പറഞ്ഞ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് വരുന്നുണ്ട്. അത് സക്സസ്സിലേക്ക് എത്തും എന്നാണ് യൂണിവേഴ്സിന് കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആബ്സെൻസ് അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നോക്കാം. യു ആർ ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് മീ അക്കംപ്ലിഷ് മൈ ഗോൾ. ഓക്കെ, നിങ്ങൾ എപ്പോഴും അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ജീവിതത്തിലെ ഓരോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെപ്പോഴും ഹെൽപ്പ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഐ നോ ദാറ്റ് ഐ ക്യാൻ ട്രസ്റ്റ് യു വിത്ത് എനിത്തിങ്. ഓക്കെ, നിങ്ങളെ അവർക്കറിയാം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. എന്ത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം എന്നൊരു കാര്യം അവർ പറയുകയാണ് ഈ ഒരു സമയത്ത്. വി മേ ബി ഇംപെർഫെക്റ്റ് ബട്ട് വി ഹാവ് എ പെർഫെക്റ്റ് ലവ്. ഓക്കെ, നമ്മൾ ഇംപെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. നമ്മൾ പൂർണ്ണരല്ല, നമ്മൾ രണ്ടുപേരും പൂർണ്ണരല്ല, എങ്കിലും നമ്മുടെ സ്നേഹം ഒരു പൂർണ്ണമായ ഒന്നാണ് എന്നാണ് പറയുന്നത്. വി എൻജോയ് മേക്കിംഗ് പ്ലാൻസ് ഫോർ അവർ ഫ്യൂച്ചർ ടുഗെദർ. ഓക്കെ, നമ്മുടെ ഫ്യൂച്ചറിലേക്ക്, ഭാവിയിൽ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിലൊക്കെ ഞാൻ ഒത്തിരി അധികം സന്തോഷിച്ചിരുന്നു. നമ്മൾ സന്തോഷിച്ചിരുന്നു. ആ കാര്യമൊക്കെ നീ ഓർക്കുന്നില്ലേ എന്നാണ് ഈ ഒരു പേഴ്സൺ ചോദിക്കുന്നത്. ഐ സ്റ്റിൽ ഫോൾ ഫോർ യു എവറി സിംഗിൾ ഡേ. ഇപ്പോഴും അവർക്ക് ഓരോ ദിവസവും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അവർ വീണ് കിടക്കുകയാണ് ഓരോ നിമിഷവും എന്നാണ് പറയുന്നത്. യു മേക്ക് മൈ ലൈഫ് എ ബ്യൂട്ടിഫുൾ തിങ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ജീവിതം ഒരു മനോഹരമാക്കി തീർത്തത് എന്ന് പറയുന്നു. ഐ വാണ്ട് യു നത്തിങ് എൽസ് ജസ്റ്റ് യു. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം, മറ്റൊന്നും വേണ്ട, നിങ്ങളെ മാത്രം മതി എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. സോ മെനി ഓഫ് മൈ സ്മൈൽസ് ബിഗിൻസ് വിത്ത് യു. ഓക്കെ, എൻ്റെ പല പുഞ്ചിരികളും തുടങ്ങിയത് നിന്നിൽ നിന്നാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുവരെ അവർക്ക് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ലായിരിക്കാം. അതായിരിക്കും അവരങ്ങനെ ഉദ്ദേശിക്കുന്നത്. അവരുടെ പല പുഞ്ചിരികളും സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ടാറ്റു ഓൺ നെക്ക്. കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ഇസഡ് നമുക്ക് കിട്ടുന്നു. സെൽഫ് എംപ്ലോയി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ. നമ്പർ 22, നമ്പർ 37, 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, ലവബിൾ, നിങ്ങളുടെ പേഴ്സണൽ ലവബിൾ ആയിരിക്കാം. 1 month എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, ലെറ്റർ ഇ നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
ഷോർട്ട് ഹെയർ, നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. യെല്ലോ കളർ, ഗ്രീൻ കളർ, അതുപോലെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. 1979 റീഡിങ്, ഓക്കെ, റീഡിംഗ് ഒക്കെ ഹോബി ഉള്ളവരായിരിക്കാം. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 25 ലോങ് ഡിസ്റ്റൻസ് ഉള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. ലെറ്റർ ടി, ബ്യൂട്ടിഫുൾ ഐസ്, നിങ്ങളുടെ വ്യക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു ആകർഷണമുള്ള പ്രത്യേക ഭംഗിയുള്ള വ്യക്തികളായിരിക്കും. ലെറ്റർ എൻ, നമ്പർ 52 ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 13, ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.